മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ. തിരക്കൊക്കെ ഒഴിഞ്ഞ് നടപ്പന്തലും തിരുമുറ്റവും നമുക്ക് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് സുരക്ഷിതമായ ദർശനത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ വരും. ഇത്തവണ മകരവിളക്കിന് സന്നിധാനത്ത് 2 ലക്ഷത്തോളം ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട്. രതീഷ് വാസുവൻ സന്നിധാനത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. രതീഷ്, ഗുഡ് ഈവനിങ്. ഈ സന്നിധാനത്ത് ഇനിയിപ്പം മകരവിളക്കിനായുള്ള ഒരുക്കമാണ്, ആ ഒരു കാത്തിരിപ്പാണ്. 1 വർഷത്തോളം ഭക്തരുടെ ഒരു നീണ്ട കാത്തിരിപ്പാണ് ആ മകരജ്യോതി തെളിയുന്നത് കാണാനും ആ മകരവിളക്ക് ദർശനം നടത്താനും ഒക്കെയുമുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് ഇനിയിപ്പോൾ 2 ദിവസം കൂടിയുള്ളൂ. ഏതുവരെയായി സന്നിധാനത്തെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളൊക്കെയും? ഇന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയായിരുന്നു, പേടതുള്ളലൊക്കെ നടന്ന ദിവസം കൂടിയായിരുന്നല്ലോ ഇന്ന്. സദർശനം തീർച്ചയായും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളിലേക്കും അവസാന ഘട്ടത്തിലേക്കാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ അതിൻ്റെ അവസാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ പൂർണ്ണമായും മുഴുകിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ 14-ാം തീയതി രാവിലെ മുതൽ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് വിർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗ് അടക്കം 35,000 ഭക്തരെ മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. രാവിലെ 10 മണി വരെ മാത്രമേ നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ കടത്തിവിടുകയുള്ളൂ. 11-ന് ശേഷം പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. അത്രയും കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. കാരണം 2 ലക്ഷത്തിലധികം ഭക്തരുടെ സാന്നിധ്യമാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ നിയന്ത്രിക്കാൻ ഉള്ള സാധ്യതയെക്കുറിച്ചൊക്കെ മുൻകരുതൽ ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 35,000 ആളുകളിലേക്ക് ഇത് നിജപ്പെടുത്തിയിട്ടുള്ളത്. 2 ലക്ഷത്തോളം ഭക്തരെ ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും കൂടുതൽ ആളുകൾ ഉണ്ടായാൽ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3-4 ദിവസമായി ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവാണ്. ഇന്ന് രാവിലെയൊക്കെ വളരെ തിരുമുറ്റവും അതുപോലെ സന്നിധാനമൊക്കെ ഒഴിഞ്ഞ നിലയിലായിരുന്നു. നടപ്പന്തലൊക്കെ ഒഴിഞ്ഞിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം ദൃശ്യങ്ങളൊക്കെ ആണ് കാണാൻ സാധിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളിൽ അത് കൂടുതൽ ആളുകൾ ഇപ്പോൾ മല കയറി എത്തുന്ന ഭക്തർ മുഴുവൻ ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ലക്ഷത്തിലപ്പുറം പോകുമെന്ന ആശങ്ക ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ എന്നാലും മുൻകരുതൽ നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ തന്നെ ഒഴിഞ്ഞ, വളരെ തിരക്കില്ലാതെ തന്നെ ദർശനം നടത്തി പോകുന്ന സാഹചര്യം ഇവിടെ വരുന്ന എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ മറ്റിടങ്ങളിൽ കാനന പാതകളിലൂടെയൊക്കെ എത്തുന്ന ഭക്തരുടെ വരവൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും വകുപ്പുകളൊക്കെ തന്നെ ഏകോപനത്തോടെ ആണ് കാര്യങ്ങൾ നടത്തുന്നത്. ആരോഗ്യ, പോലീസ്, അതുപോലെ തന്നെ അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ച് മണ്ഡല ഈ മകരജ്യോതി ദർശനത്തിനുള്ള ഒരു സുഗമമായ ദർശനം ഭക്തർക്ക് കിട്ടുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ശബരിമലയിൽ ഒരുക്കുന്നുണ്ട്. ഇന്ന് എരുമേലി പേട്ടതുള്ളലായിരുന്നു. നാളെ തിരുവോണ ഘോഷയാത്ര ആരംഭിക്കും. 14-നാണ് ഈ പേട്ട തുള്ളിയ സംഘവും അതുപോലെ തന്നെ തിരുവാഭരണത്തിൻ്റെ ഘോഷയാത്രയൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നത്. എന്തായാലും സജ്ജീകരണങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും സജ്ജമാണ് ഇപ്പോൾ സന്നിധാനം. ഈ ശരി, അപ്പോൾ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് സന്നിധാനത്ത്. നമ്മളിപ്പം രതീഷിന്റെ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം നല്ല നിയന്ത്രിച്ച് ഇപ്പോഴേ നിയന്ത്രണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് സന്നിധാനത്ത്.